ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഹാൻഡ് എംബ്രോയിഡിങ്ങിൻ്റെ സ്റ്റിച്ചുകളാണ് കേട്ടോ. അതിൽ റണ്ണിങ് സ്റ്റിച്ചാണ് നമ്മൾ ഇന്ന് ചെയ്യണത്. അതിൻ്റെ സ്റ്റിച്ചുകൾ ഏതൊക്കെ കുറേ സ്റ്റിച്ചുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇനി വരും വീഡിയോകളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അതിൽ ലോങ് സ്റ്റിച്ച്, സ്റ്റെം സ്റ്റിച്ച്, ചെയിൻ സ്റ്റിച്ച്, അങ്ങനെ കുറേ സ്റ്റിച്ചുകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി തുടർന്നുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ആദ്യം അതിന് നമുക്കിന്ന് റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് നമ്മൾ അതിൻ്റെ ആ ഒരു നൂലെടുക്കുക കേട്ടോ. എംബ്രോയിഡിങ് നൂലാണ് നമ്മളിതിങ്ങനെ വാങ്ങാൻ കിട്ടും. എംബ്രോയിഡിങ് നൂല് ഇങ്ങനെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ ഈ മെറൂൺ കളറുള്ള എംബ്രോയിഡിങ് നൂല് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇന്ന് അതിന് നമ്മളെ വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ആ നൂലൊന്ന് സൂചിയിൽ കോർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു നൂലിൽ 6 ഇഴ നൂലാണ് ചേർന്നാണ് ഒരു നൂല്. നമ്മൾ പകുതി 3 ഇഴ വെച്ചിട്ട് വിടർത്തിയെടുത്തിട്ട് 3 ഇഴ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ 3 ഇഴ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. നമ്മൾ 3 ഇഴനെമാരും ചെയ്യാം, അല്ലെങ്കിൽ 6 ഇഴ കൂടിയതും ചെയ്യാം. അപ്പോൾ അതിന് ഞാൻ ആദ്യം എംബ്രോയിഡിങ്ങിൻ്റെ ഒരു ഫ്രെയിം എടുത്തിട്ടുണ്ട്. അതിൽ ആ തുണീനെ മല്ലിത്തുണി കേട്ടോ, കോട്ടൺ തുണിയാണ് അത്. നമ്മളതിനൊന്ന് അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുത്തിട്ട് ഒരു നമ്മൾ ഈ മെഷീൻ്റെ സ്റ്റിച്ചില്ലേ അത്ര അകലത്തിൽ തന്നെ വേണ്ടുള്ളൂ. ഒരുപാട് വലുപ്പത്തിലല്ല, കുഞ്ഞു ഇതുള്ള മാതിരിയുള്ള സ്റ്റിച്ചാണ് ഇതുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം അതിന് താഴേക്ക് ഒന്ന് കുത്തിയെടുക്കുക, എന്നിട്ട് അതിനെ തിരിച്ചിട്ടിട്ട് നമ്മൾ നൂല് കെട്ടുവിടുക കേട്ടോ. കെട്ടുവിടാതെ ചെയ്യണം, കറക്റ്റായി ചെയ്യുക കേട്ടോ. അത് എന്നിട്ട് താഴേക്ക് വീണ്ടും ഒരു കുറച്ച് വ്യത്യാസത്തിൽ എത്ര പോയിൻ്റ്, ഒരു നമ്മൾ ടാപ്പിലൊക്കെ ഒരു 2 വരയുടെയൊക്കെ പോയിൻ്റില്ലേ, ആ ഒരു അത്ര വേണ്ടുള്ളൂ. അത്ര അകലത്തിൽ നമ്മളതിനെ കുത്തിയെടുക്കുക കേട്ടോ. താഴേക്ക് കുത്തിയെടുത്തിട്ട് തന്നെ ചെയ്യുക. പിന്നെ ഇങ്ങനെയും ചെയ്യുക കേട്ടോ. ഞാനപ്പോൾ ഒന്നും കൂടി എളുപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യാവുമ്പോൾ വേഗം കഴിയാനും എളുപ്പത്തിൽ ചെയ്യാനും ഒന്നും കൂടി ഇങ്ങനെയാണ് നല്ലത് കേട്ടോ. കേട്ടോ, ഇങ്ങനെ കുറച്ച് ഇടവിട്ട് ചെയ്യുന്നതിനെയാണ് റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ അതിന് റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ആദ്യം നമ്മളൊരു ചിത്രം വരച്ചിട്ടൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എങ്ങനെ ചെയ്യാന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. ഓയിൽ പേപ്പറാണ് കേട്ടോ. നമ്മൾ പിക്ചറുകൾ നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഓയിൽ പേപ്പർ. നമുക്ക് നല്ല പിക്ചറുകളൊക്കെ കിട്ടുക വെച്ചാൽ ആ പിക്ചറിൻ്റെ മുകളിൽ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ അടിയത്തെ പിക്ചർ നമുക്ക് നേരെ തെളിഞ്ഞ് കാണും. തെളിഞ്ഞ് കണ്ടിട്ട് നമ്മൾ ഈ ഓയിൽ പേപ്പറിൽ അതിൻ്റെ മുകളിൽ കൂടെ അതേമാതിരി വരച്ചെടുത്താൽ നമുക്ക് പിക്ചർ കിട്ടും. നമ്മൾ പിക്ചറിൽ തന്നെ നമ്മൾ കാർബൺ പേപ്പർ വെച്ചിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 വരയിലോട് കൂടി ആ പിക്ചറിൻ്റെ പണി തീരും. അപ്പോൾ അതിന് പകരം ഈ ഓയിൽ പേപ്പറിൽ വെച്ചിട്ട് പ്രിൻ്റ് എടുക്കുക. നമ്മൾ പ്രിൻ്റ് എടുക്കുക പറഞ്ഞാൽ വരച്ചെടുക്കുക കേട്ടോ. പ്രിൻ്റ് പോലെ വരച്ചെടുക്കുക. ഞാൻ കണ്ടോ അതുപോലെ കുറേ നമ്മൾ വരച്ചെടുത്ത പിക്ചറുകളാണ് ഇതൊക്കെ. നമ്മൾ വർക്ക് ചെയ്ത പിക്ചറുകളാണ് കണ്ടോ. ഓരോ ചിത്രങ്ങൾ നമ്മൾ വരച്ചെടുത്ത്, ഞാൻ കുറേ ചിത്രങ്ങൾ ഓരോ കാര്യത്തിന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് വരച്ചെടുത്താണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ എങ്ങനെ ചെയ്യണമെന്നറിയോ, നമ്മൾ തുണീൻ്റെ മുകളിലായിട്ട് നമ്മളൊരു കാർബൺ പേപ്പർ വയ്ക്കുക. ചിത്രം നമ്മൾ ഏത് തുണിയിലാണ് വരയ്ക്കുന്നത് വെച്ചാൽ അതിൻ്റെ മുകളിൽ തന്നെ ഈ ഒരു കാർബൺ പേപ്പർ വയ്ക്കുക. ഇതിൻ്റെ നീലി ഉണ്ടാവും, ഇങ്ങനത്തെ കളറൊക്കെ വാങ്ങാൻ കിട്ടും. ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ പിക്ചർ വയ്ക്കുക. പിക്ചറിൽ നമ്മളൊരു പെൻസിൽ വെച്ചിട്ട് അങ്ങോട്ട് ഒന്ന് അമർത്തി വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നേരെ ആ തുണിയിൽ നമുക്ക് പിക്ചർ കിട്ടും. അപ്പോൾ ആ പിക്ചറിൽ നമ്മൾ വരച്ചാൽ മതി. വരയ്ക്കാനുള്ളത് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ ഞാൻ വരച്ച് വെച്ചിട്ട് തയ്ച്ചതാണ് കേട്ടോ. അതുകൊണ്ടോ 2 റോസാപ്പൂവുള്ള ഇലയും ഒരു കൊമ്പുള്ള ചിത്രം കണ്ടോ. അതിൽ ഞാൻ 3 ഇഴ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 6 ഇഴയൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നും കൂടി തിക്കൻസ് ആയിട്ട് കിടക്കും, നല്ല ഭംഗിയുണ്ട്. അങ്ങനെയുണ്ട് നമ്മൾ ചെയ്ത പിക്ചർ കണ്ടില്ലേ. അങ്ങനെ നമ്മൾ ഈ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ 3 ഇഴ വെച്ചിട്ട് കണ്ടോ. 3 ഇഴയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് 3 ഇഴ എങ്ങനെയാണെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. 3 ഇഴ പറയുന്നത് ഈ 6 ഇഴ കൂടിയതാണ്. അതിൻ്റെ പകുതി ഇങ്ങനെ നമ്മൾ പിരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചിത്രം വരും. എങ്ങനെയുണ്ടെന്ന് നോക്കിയൊക്കെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത ഫ്ലവർ എങ്ങനെയുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി കാണാം.